ഇത്തവണത്തെ വേനലിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമ്മർ ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എത്രമാത്രം ഹെൽത്തി ആണെന്ന് ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിലൊരു തരി പോലും പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുന്നില്ല. എന്നാൽ മധുരത്തിന് ഒട്ടും തന്നെ കുറവുണ്ടാവില്ല. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് പോലും ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കാം. ഇതിനായിട്ട് 10 ഡേറ്റ്സ് ഒരു 2 മണിക്കൂറെങ്കിലും നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുന്നുണ്ട്. ഇതിന് ശേഷം ഒരു 10 ബദാം എടുത്തതിന് ശേഷം ഇതും നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ ചിയാ സീഡാണ്. ഈ ചിയാ സീഡ് ചൂടുവെള്ളത്തിലല്ല, നല്ല തണുത്ത വെള്ളത്തിലാണ് നമ്മൾ കുതിർത്തിട്ട് വെക്കുന്നത്. അപ്പം ഇത്രയും സാധനങ്ങൾ 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കുക. തലേ ദിവസം വേണമെങ്കിൽ നമുക്ക് കുതിർത്തിടാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെക്കുക, ഒരു കട്ടകളൊന്നും വരാത്ത രീതിയിൽ. അപ്പോൾ റാഗി പൗഡറിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിന് മുന്നേ തന്നെ ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് എടുത്തതിന് ശേഷം മാത്രം അടുപ്പിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കാൻ പറ്റും. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കുറുക്ക് കിട്ടും. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു അരമുറി ബീറ്റ്റൂട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തു വെക്കുക. ബീറ്റ്റൂട്ട് മുഴുവനായിട്ട് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു എടുത്ത് കളയണം. എന്നിട്ട് ഈ വെള്ളത്തോടെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബദാമും കൂടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി പെട്ടെന്ന് പോകാനായിട്ടാണ് നമ്മളിത് ചൂടുവെള്ളത്തിൽ കുറച്ച് മണിക്കൂർ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ ചിയാ സീഡും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമ്മുടെ ബദാമും ഡേറ്റ്സ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഡേറ്റ്സ് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന മുത്താറി അല്ലെങ്കിൽ റാഗിയുടെ കുറുക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല തണുത്ത് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ജ്യൂസാണ് ചേർക്കുന്നത്. ഈ ബീട്രൂട്ട് ജ്യൂസ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതിലേക്ക് റോസ് എസൻസ് ചേർക്കാം, പക്ഷേ അതിനേക്കാളും എത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത് തന്നെയാണ്. ഇനി ഇതിലേക്കൊരു 2.5-3 കപ്പോളം പാല് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു ഡ്രിങ്കിൻ്റെ തിക്നെസ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ചിയാ സീഡും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണിത്. ഇതിലൊട്ടും തന്നെ നമ്മൾ മധുരം ചേർക്കുന്നില്ല. ആ ഒരു ഡേറ്റ്സിൻ്റെ മധുരം മാത്രമാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഡേറ്റ്സിൻ്റെ അളവ് എത്ര വേണമെങ്കിലും കൂട്ടാം, മധുരം കൂടുതൽ വേണമെങ്കിൽ. ഇത്തവണത്തെ വേനലിൽ ഡയറ്റ് ചെയ്യുന്നവർക്കും നോമ്പ് തുറക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. ഒട്ടും കുറ്റബോധം വേണ്ട, കാരണം നമ്മളിതിൽ ഒട്ടും ഷുഗറോ ജാഗരിയോ ഒന്നും ചേർക്കുന്നില്ല. ധൈര്യമായിട്ട് ഉണ്ടാക്കി കുടിക്കാം. വളരെ ഹെൽത്തിയാണ്. കുഞ്ഞു കുട്ടികൾക്ക് പോലും കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.